സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ദൈവത്തിന് കേൾക്കാൻ വന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രഭാത ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിൽ നിന്ന് എഹെസ്കേൽ 20:20 വാക്യം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ ശബദുകളെ വിശദീകരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയെന്ന് നിങ്ങൾ അറിയേണ്ടതിനും അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളം ആയിരിക്കട്ടെ. ആരാധന എന്തുകൊണ്ട് ദൈവത്തിലുള്ള ആകുന്നു? സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് മനുഷ്യനോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ദൈവകൽപ്പന പ്രമാണിക്കുകയും ദൈവവചനം കേൾക്കുകയും ആ വചനം അപ്രകാരം സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവചനം നമ്മളെ കാണിച്ചു തരുന്നു. നാലാമത്തെ തത്വം ഇങ്ങനെ പ്രസ്താവിക്കുന്നു: ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. എന്തുകൊണ്ടെന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാളിനകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. പുറപ്പാട് 20:10-11 വാക്യങ്ങൾ. പ്രിയ മക്കളെ, നമുക്കറിയാം, സൃഷ്ടിപ്പിന്റെ സ്മാരകം എന്ന നിലയിൽ ശബത്ത് ഒരു പ്രധാനമായിരിക്കുന്നു. ആരാധന അന്ന് ദൈവത്തിനുള്ളതാണെന്ന് വിശുദ്ധ വേദവസ്തം നമ്മോട് പലപ്പോഴും നമുക്ക് കാണിച്ചു തരുന്നു. കാരണം സൃഷ്ടാവായ ദൈവം നാം അവിടുത്തെ സൃഷ്ടികളുമാകുന്നു. ശബത്ത് അതുകൊണ്ട് ദിവ്യ ആരാധനയുടെ അടിസ്ഥാനമാണെന്ന് ഈ മഹത്തായ വസ്തുത ഒരിക്കലും കാലഹരണപ്പെട്ടു പോവുകയില്ല, ഒരിക്കലും മറക്കുകയരുത്. അപ്രകാരമെങ്കിലേ ദൈവം ഏദനിൽ ശബത്തിനെ സ്ഥാപിച്ചു. ഈ സത്യം മനുഷ്യ മനസ്സുകളിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ദൈവം നമ്മുടെ സൃഷ്ടാവുന്നു എന്ന വസ്തുത ആരാധനയ്ക്കും കാരണമായി തുടരുന്നു. ശബത്തിന്റെ അടയാളവും സ്മാരകവും അതുതന്നെയാണ്. സാർവലൗകികമായി ശബത്ത് ആചരിക്കപ്പെട്ടിരുന്നെങ്കിൽ ബഹുമാനത്തിനും ആരാധനയ്ക്കും യോഗ്യൻ ദൈവമെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുമായിരുന്നു. മനുഷ്യരുടെ ചിന്തകളും ഭാവങ്ങളും നയിക്കപ്പെടുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു വിഗ്രഹ ആരാധിയോ നിരീശ്വരനോ ഒരു നാസ്തികനോ ഒരിക്കലും ഉണ്ടാകുകയില്ലായിരുന്നു. കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദൈവം പറയുകയാണ്, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയ നിത്യദൈവത്തിലുള്ള മനുഷ്യന്റെ കൂറും പ്രതിബദ്ധതയും ഒരു അടയാളം ശബത്ത് ആചരണമായിരുന്നു. ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാനും മനുഷ്യരോട് ആജ്ഞാപിക്കുന്ന ഒരു ദൂത് 4-ാം കൽപ്പന പ്രമാണിക്കുക എന്ന് ആഹ്വാനം ചെയ്യുന്നു. വീണ്ടും നമുക്ക് പറയാം, ആഖാരിക 4-ാം കൽപ്പന പറയുകയാണ്, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. പ്രിയ മക്കളെ, ഇന്നത്തെ പ്രഭാതത്തിലെ ഈ ചിന്ത നമ്മുടെ ജീവിതത്തിലെ ഒരനുഗ്രഹമായി തീരാനും അപ്രകാരം നമുക്ക് ദൈവസന്നിധി നമ്മളെ സ്വയം താഴ്ത്തി ആ വിശുദ്ധ ശബത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ല സ്വർഗ്ഗ പിതാവാം ദൈവമേ, അനുഗ്രഹപ്പെട്ട പ്രഭാതത്തിനായി സ്തുതിക്കുന്ന കർത്താവെ, ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളും കർത്താവെ അവരുടെ മനസ്സിൽ രൂപാന്തരം ഉണ്ടാവാനും കർത്താവെ മാനസാന്തരപ്പെടുവാനും സ്വർഗ്ഗത്തിലെ ദൈവം അവിടുന്ന് വഴി പ്രാർത്ഥിക്കുന്നു. കർത്താവെ 4-ാം കൽപ്പന പറയുന്നു വിശുദ്ധ ശബത്തിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ കർത്താവെ അപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല മാനസാന്തരം ഉണ്ടായി നല്ലൊരു പ്രഭാതത്തെ കാണുന്ന കൃപയൊത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥന എല്ലാവരും നന്മകളും നിറയ്ക്കണേ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ പിതാവാം ദൈവമേ, ആമേൻ.